മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിന് അതൃപ്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷവും സഹായം ലഭിച്ചിട്ടില്ല. L3 ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും ഇപ്പോൾ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നിലപാട്. ആരോഷപാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ ഇന്നലെ ചീഫ് സെക്രട്ടറി വി വേണുവുമായി സംസാരിച്ചിരുന്നു. നമ്മുടെ മെമ്മോറാണ്ടം കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ഏകദേശം ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മെമ്മോറാണ്ടം കൊടുക്കാം എന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ഓഫ് റെക്കോർഡ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാഴ്ചയ്ക്കുള്ളിൽ മെമ്മോറാണ്ടം നമ്മൾ കൊടുത്താൽ മാത്രമല്ലേ കേന്ദ്രത്തിന് പണം റിലീസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ L3 ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ പഠന കമ്മീഷൻ്റെ റിപ്പോർട്ട് മതി. അത് രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പഠന കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും വൈകുന്നു. അതിലാണ് അതൃപ്തി അല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഒന്ന് മുണ്ടകൈ ദുരന്തം കഴിഞ്ഞു, അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ അവിടെ നേരിട്ടെത്തി. 5 ദിവസം പിന്നിടുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തത്തെ L3 ദുരന്തമായി പരിഗണിക്കാത്തത്, ആ പ്രഖ്യാപനം നടത്താത്തത് കേന്ദ്ര സർക്കാർ എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. ആദ്യഘട്ടം തന്നെ ദുരന്തത്തിന് പിന്നാലെ പ്രാഥമികമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാർ. എന്നിട്ടും പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും ചെയ്തില്ല. ഒരു കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ നൽകേണ്ട സഹായം ചെയ്തില്ല. എന്നിട്ടും രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്തരം ഒരു അതൃപ്തികരണം. പക്ഷേ മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു തരത്തിലും ഇപ്പോൾ ഒരു തർക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം നിലവിൽ ഈ മുണ്ടകൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏകോപിപ്പിച്ച് ഐക്യത്തോടെ ആ വിഷയത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ഐക്യത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് മന്ത്രിതല സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൽക്കാലം അവസാന ഘട്ടത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകരുത്. കേന്ദ്രം ആ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ വൈകുന്നതിലുള്ള അതൃപ്തി, L3 ദുരന്തമായി പ്രഖ്യാപിക്കുന്ന വൈകുന്നതിലുള്ള അതൃപ്തിയാണ് സർക്കാരിനുള്ളത്. റോഷിപാൽ, എന്തായാലും L3 ദുരന്തമായി, സിവിയർ നേച്ചറുള്ള ഒരു ദുരന്തമായി, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം, ദേശീയ ദുരന്തം എന്നൊരു പദപ്രയോഗമില്ല. നാഷണൽ കലാമിറ്റി എന്നൊരു കലാമിറ്റി ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെഗുലേഷൻ പ്രകാരവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് 2007-2013 പ്രകാരവും നമുക്ക് നിലവിലുള്ളത് L1, L2, L3, L4 കാറ്റഗറിയിലാണ് പ്രഖ്യാപിക്കുക. ഇത് L3 കാറ്റഗറിയിൽ പെടുന്ന ഒരു തീവ്ര ദുരന്തമാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ദുരന്തത്തെയാണ് L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. തീർച്ചയായും അത് L3 കാറ്റഗറിയിൽ പെടുന്ന ഒരു ദുരന്തം തന്നെയാണ്. അതിൻ്റെ വ്യാപ്തി കാണുമ്പോൾ സ്വാഭാവികമായി നമുക്കത് മനസ്സിലാവും. അതെന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നതാണ് ചോദ്യം. സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് ഇപ്പോൾ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അത് കൊടുക്കുന്ന മുറയ്ക്കായിരിക്കും കിട്ടുക. ഇനിയൊരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ കൊടുക്കും. വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം ഒരു പിഴവുമില്ലാതെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായും എത്രയും ദിവസം എടുക്കുമല്ലോ. അതിൻ്റെ നഷ്ടം എത്രയാണ്, മാനുഷിക നഷ്ടം എത്രയാണ്, സാമ്പത്തിക നഷ്ടം എത്രയാണ്, സാമൂഹിക നഷ്ടം എത്രയാണ്, ഇതെല്ലാം കണക്ക് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കേന്ദ്ര സഹായം വൈകുന്നു എന്നൊരു പരാതി അസച്ചുണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ L3 ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിനും അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.